സോ മക്കളെ നമുക്ക് അടുത്ത ചാപ്റ്ററിലേക്ക് പോവാം. നെക്സ്റ്റ് ചാപ്റ്റർ അഞ്ചാമത്തെ ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ ടു C++ പ്രോഗ്രാമിംഗ്. നമ്മളുടെ പ്രോഗ്രാമിങ്ങിൻ്റെ തിയറി ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്ററാണ് ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ചാപ്റ്ററിൽ നമുക്ക് ഫസ്റ്റ് തന്നെ പഠിക്കാനുള്ളത് ക്യാരക്ടർ സെറ്റിനെ കുറിച്ചിട്ടാണ്. ആരെ പറ്റിയിട്ടാണ്? ക്യാരക്ടർ സെറ്റ്. എന്താണ് ക്യാരക്ടർ സെറ്റ് എന്ന് പറഞ്ഞാൽ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ്, വാട്ട് ഈസ് ക്യാരക്ടർ സെറ്റ്, എക്സ്പ്ലെയിൻ അബൌട്ട് ക്യാരക്ടർ സെറ്റ് എന്നുള്ളതൊക്കെ. ക്യാരക്ടർ സെറ്റ് എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് വാലിഡ് ക്യാരക്ടേഴ്സ് ഇൻ C++ ലാംഗ്വേജ്. C++ ലാംഗ്വേജിലുള്ള വാലിഡ് ക്യാരക്ടേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ക്യാരക്ടർ സെറ്റ്. അതായത് C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കീബോർഡിലുള്ള ക്യാരക്ടേഴ്സിനെ വിളിക്കുന്ന പേരാണ് ക്യാരക്ടർ സെറ്റ്. അതിലെന്തൊക്കെ പെടും? ലെറ്റേഴ്സ് പെടും. ക്യാപിറ്റൽ ലെറ്റർ ABCD, അതുപോലെ സ്മോൾ ലെറ്റർ ABCD വരും. അതുപോലെ ഡിജിറ്റ്സ് 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റ്സ് പെടും. അതുപോലെ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഹാഷ്, സ്ലാഷ്, കോമ, സെമി കോളൻ, ഇത്തരത്തിലുള്ള പരിപാടികൾ. അതേപോലെ നമ്മളുടെ വൈറ്റ് സ്പേസും വരുന്നുണ്ട്. അടുത്ത സ്ലൈഡിലേക്ക് പോവാം. അടുത്തായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ടോക്കൺസ് ആണ്. ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ടോക്കൺസിനെ പറ്റിയിട്ടാണ്. എന്താണ് ടോക്കൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. എന്താടാ പറഞ്ഞേ? ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈസ് നോൺ ആസ് ടോക്കൺസ്. എത്ര ടോക്കൺസ് ഉണ്ട്? 5 ടോക്കൺസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് കീവേഡ്, ഐഡൻറ്റിഫയർ, ലിറ്ററൽ, പങ്ക്ച്വേറ്റർ ആൻഡ് ഓപ്പറേറ്റർ. ആരൊക്കെയാടാ? കീവേഡ്സ്, ഐഡൻറ്റിഫയർ, ലിറ്ററൽ, പങ്ക്ച്വേറ്റേഴ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. ഇവരെ ഓരോരുത്തരെയും പറ്റി പഠിക്കുന്നതോടുകൂടി നമ്മളുടെ ഈ ഒരു ചാപ്റ്റർ തീർന്നു. സോ നമുക്ക് നോക്കാം എന്താണ് കീവേഡ് എന്നുള്ളത് നോക്കാം. കീവേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ കൺവേ എ സ്പെസിഫിക് മീനിങ് ടു ദ കമ്പൈലർ. ആരാടാ കമ്പൈലർ എന്ന് പറഞ്ഞാൽ? കമ്പൈലർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിൽ പ്രോഗ്രാം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെ മെഷീൻ ലാംഗ്വേജിലേക്ക്, കമ്പ്യൂട്ടറിന് റീഡബിൾ ആയിട്ടുള്ള മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആളെ നമ്മൾ വിളിക്കുന്ന പേരാണ് കമ്പൈലർ. ആ കമ്പൈലറിന് ഒരു സ്പെസിഫിക് മീനിങ് കൺവേ ചെയ്യുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? കീവേഡ്. അതായത് ആ വേർഡ്സിന് എന്തോ ഒരു മീനിങ് കമ്പൈലറിൽ സെറ്റ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതായത് എന്താണ്? എക്സാമ്പിൾ എങ്ങനെയായിരിക്കും? ഫോർ, ഈഫ്, വൈൽ, സ്വിച്ച് എന്നൊക്കെ പറയുന്ന സാധനങ്ങളുണ്ടല്ലോ, ഇതിനൊക്കെ ഓരോ മീനിങ് ഉണ്ടല്ലോ. അത്തരത്തിലുള്ള വേർഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കീവേഡ്സ് എന്ന് പറഞ്ഞാൽ ദേ കൺവേ എ സ്പെസിഫിക് മീനിങ് ടു ദ കമ്പൈലർ വിച്ച് ഹാവ് എ പ്രീ ഡിഫൈൻഡ് മീനിങ് ആൻഡ് cannot be used for any other purpose. ഈ ഒരു പോയിന്റും കൂടെ അവിടെ ഓർത്ത് വെക്കണം. ആൻഡ് cannot be used for any other purpose. These also known as reserved words. എന്ത് പേരിൽ അറിയപ്പെടുന്നുണ്ടാ? റിസർവ്ഡ് വേർഡ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. പ്രത്യേകം ഓർത്ത് വെക്കുക. ഫ്ലോട്ട്, ഈഫ്, ബ്രേക്ക്, സ്വിച്ച്, നമ്മളുടെ ഡാറ്റ ടൈപ്പുകളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് എഴുതി വെക്കാൻ പറ്റും. പ്രത്യേകം ഓർത്തിരിക്കേണ്ട കാര്യം, നമ്മളുടെ സി ഇൻ അതുപോലെ സി ഔട്ട്, ഈ 2 പേരും എന്തല്ല? കീവേഡ്സ് അല്ല. ഇവരെന്തല്ല? കീവേഡ്സ് അല്ല. ഈ കീവേഡ്സ് ആയിട്ട് ആരെ കൊണ്ട് എഴുതി വെക്കാൻ നിൽക്കരുത്? സീനിനെയും സി ഔട്ടിനെയും കൊണ്ട് എഴുതി വെക്കാൻ നിൽക്കരുത്. അവർ നമ്മളുടെ IO സ്ട്രീം അല്ലെങ്കിൽ STD എന്ന് പറയുന്ന നെയിം സ്പേസിൻ്റെ അണ്ടറിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് നമ്മളോട് ചോദിക്കുകയാണ് ഫ്ലോട്ട്, ഇഫ്, ബ്രേക്ക്, സി ഔട്ട്, ഓഡ് വൺ ഏതാണ് ഇതിൽ? ഓഡ് വൺ ഔട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ എടുത്ത് പുറത്തിടേണ്ട ആളാരാണ്? സീനും സി ഔട്ടും ആണെന്നുള്ളതൊന്ന് ഓർത്ത് വെക്കുക. നെക്സ്റ്റ് നമുക്ക് ഐഡൻറ്റിഫയർ എന്താണെന്നുള്ളത് നോക്കാം. ഐഡൻറ്റിഫയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് യൂസർ ഡിഫൈൻഡ് വേർഡ് ദാറ്റ് ആർ യൂസ്ഡ് ടു നെയിം ഡിഫറൻറ്റ് പ്രോഗ്രാമിംഗ് എലമെൻറ്റ്സ്. ഇറ്റ് ഈസ് എ യൂസർ ഡിഫൈൻഡ് വേർഡ് ദാറ്റ് ഈസ് യൂസ്ഡ് ടു നെയിം ഡിഫറൻറ്റ് പ്രോഗ്രാമിംഗ് എലമെൻറ്റ്സ്. വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാമിംഗ് എലമെൻറ്റ്സിനെ പേരിടാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആളാണ് ആര്? ഐഡൻറ്റിഫയർ. 3 ഐഡൻറ്റിഫയേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ആരൊക്കെയാണ്? വേരിയബിൾ, ലേബൽ, ഫംഗ്ഷൻ നെയിം. ആരൊക്കെയാണ്? വേരിയബിൾ, ലേബൽ, ഫംഗ്ഷൻ നെയിം. എങ്ങനെയാണ് പഠിക്കേണ്ടത്? വേരിയബിൾ എന്ന് പറഞ്ഞാൽ എന്താ? നെയിം ഗിവൺ ടു എ മെമ്മറി ലൊക്കേഷൻ. എന്താണ്? മെമ്മറി ലൊക്കേഷന് പേര് കൊടുക്കുന്ന പരിപാടിയാണ്. ലേബൽ എന്ന് പറഞ്ഞാൽ നെയിം ഗിവൺ ടു എ സ്റ്റേറ്റ്മെൻറ്റ്. ഫംഗ്ഷൻ നെയിം എന്ന് പറഞ്ഞാലോ നെയിം ഗിവൺ ടു എ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്. പഠിച്ചു വെക്കുക. നെയിം ഗിവൺ ടു എ മെമ്മറി ലൊക്കേഷൻ, സ്റ്റേറ്റ്മെൻറ്റ്, അതേപോലെ ഗ്രൂപ്പ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഐഡൻറ്റിഫയേഴ്സിൻ്റെ കേസിൽ പഠിക്കാനുള്ളത്. ഇനി പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിച്ച് കാണാറുള്ളൊരു സാധനമാണ് റൂൾസ് ഫോർ ഐഡൻറ്റിഫയേഴ്സ്. ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു യൂസർ ഡിഫൈൻഡ് വേർഡ് ആണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. അതായത് യൂസറാണ് ഐഡൻറ്റിഫയേഴ്സിനെ തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ യൂസർ തീരുമാനിക്കുന്ന ഐഡൻറ്റിഫയേഴ്സ് നമുക്ക് ഇഷ്ടമുള്ളത് ഇടാൻ പറ്റുമോ? പറ്റൂല. അതിന് സെർട്ടൈൻ കണ്ടീഷൻസ് ഉണ്ട്. ആ കണ്ടീഷൻസാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ, ഐഡൻറ്റിഫയേഴ്സ് ആർ സീക്വൻസ് ഓഫ് ലെറ്റേഴ്സ്, ഡിജിറ്റ്, അണ്ടർസ്കോർ. അതായത് ഈ 3 പേരെ മാത്രമേ ഐഡൻറ്റിഫയേഴ്സിൽ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം തന്നെ എന്ത് മനസ്സിലായി? എന്ത് പറ്റത്തില്ല? വൈറ്റ് സ്പേസ് പറ്റത്തില്ല. വൈറ്റ് സ്പേസ് cannot be used. അതുപോലെ തന്നെ നമുക്ക് എന്തും കൂടെ എന്ന് മനസ്സിലാക്കാൻ പറ്റും? സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് cannot be used.
നമ്മൾ നേരത്തെ പറഞ്ഞു എന്ത്, ഇറ്റ് ഈസ് എ സീക്വൻസ് ഓഫ് ലെറ്റേഴ്സ് ഡിജിറ്റ് അണ്ടർസ്കോർ. അപ്പോൾ ലെറ്ററും ഡിജിറ്റും അണ്ടർസ്കോറും മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും, വൈറ്റ് സ്പേസ് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള അവിടെ തന്നെ മനസ്സിലാക്കിക്കൂടെ? ഓക്കെ അല്ലേ? സോ നോക്കാം. നെക്സ്റ്റ് രണ്ടാമത്തെ പോയിന്റ് പറയുന്നത് ദ ഫസ്റ്റ് ക്യാരക്ടർ മസ്റ്റ് ബി ലെറ്റർ ഓർ അണ്ടർസ്കോർ. ഒന്നാമത്തെ ക്യാരക്ടർ എന്തായിരിക്കണം എന്ന് പറയുന്നുണ്ട്, ലെറ്റർ അല്ലെങ്കിൽ അണ്ടർസ്കോർ ആയിരിക്കണം എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ എന്ത് പറ്റത്തില്ല, നമ്പർ ഫസ്റ്റത്തെ ലെറ്റർ ആയിട്ട് വരാൻ പറ്റത്തില്ല. അപ്പോൾ പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ഐഡന്റിഫയർ, എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്, ഗിവ് റീസൺ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ട്, വരുന്നുണ്ട് ക്വസ്റ്റ്യൻസ്, നമുക്ക് ആ സമയത്ത് ഡിസ്കസ് ചെയ്യാം. മൂന്നാമത്തെ പോയിന്റ് പറയുന്നത് കീവേഡ്സ് കനോട്ട് ബി യൂസ്ഡ് ആസ് ആൻ ഐഡന്റിഫയർ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു കീവേഡ്സ് ആർ റിസർവ്ഡ് വേർഡ്സ് ആൻഡ് ദാറ്റ് കനോട്ട് ബി യൂസ്ഡ് ഫോർ എനി അതർ പർപ്പസ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ കീവേഡ് എവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല, ഇവിടെ യൂസ് ചെയ്യാൻ പറ്റില്ല. ഇനി അടുത്ത പോയിന്റ് ആണ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഓർ വൈറ്റ് സ്പേസ് കനോട്ട് ബി യൂസ്ഡ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് 2 പോയിന്റ് ആയിട്ട് എഴുതി കൊടുക്കാം. എങ്ങനെയാ, സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് കനോട്ട് ബി യൂസ്ഡ്, അടുത്ത പോയിന്റ് ആയിട്ട് എന്ത് എഴുതി കൊടുക്കാം, വൈറ്റ് സ്പേസ് കനോട്ട് ബി യൂസ്ഡ്. അത് തന്നെ. അടുത്ത പരിപാടി എന്താ പറയുന്നത്, അപ്പർ കേസ് ആൻഡ് ലോവർ കേസ് ആർ ട്രീറ്റഡ് സെപ്പറേറ്റ്ലി. അതായത് നിങ്ങളൊരു വേരിയബിളിന് പേരിട്ടു, എങ്ങനെ പേരിട്ടു, ഇങ്ങനെ പേരിട്ടു, മറ്റൊരു വേരിയബിളിന് ഇങ്ങനെയും പേരിട്ടു, ഇത് രണ്ടും സെയിം ആണോ? അല്ല. ഇവിടെ ക്യാപിറ്റലാണ്, ഇവിടെ സ്മോൾ ആണ്, അതുകൊണ്ട് രണ്ടും സെപ്പറേറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. എക്സാമ്പിൾസ് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് കൊടുക്കാൻ പറ്റും. കണ്ടീഷൻസ് ഈ പറയപ്പെട്ട കണ്ടീഷൻസ് ഫോളോ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുള്ളതാണ്. അടുത്തതാണ് ലിറ്ററൽസ്. ലിറ്ററൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺസ്റ്റൻറ്റ് വാല്യൂസ് യൂസ്ഡ് ഇൻ എ പ്രോഗ്രാം. ഒരു പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്ന കോൺസ്റ്റൻറ്റ് വാല്യൂസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ, ലിറ്ററൽസ്. എത്ര ലിറ്ററൽസ് നമുക്ക് പഠിക്കാനുള്ളത്? ഫസ്റ്റ് വൺ ആണ് ഇൻറ്റിജർ ലിറ്ററൽ. അതായത് എന്തായിരിക്കും ഉണ്ടാവുക, ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും ഉണ്ടാവുക. ഹോൾ നമ്പേഴ്സ് ആരൊക്കെ പറ്റും, പോസിറ്റീവ് നമ്പറും നെഗറ്റീവ് നമ്പറും ആരെയും പറ്റും. അടുത്തതാണ് ഫ്ലോട്ടിംഗ് ലിറ്ററൽ. ഫ്ലോട്ടിംഗ് ലിറ്ററൽ എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺസ്റ്റൻറ്റ് ഹാവിങ് എ ഫ്രാക്ഷണൽ പാർട്ട്. അതായത് എന്തുണ്ടാവും, പോയിന്റ് ഉണ്ടാവും എന്നർത്ഥം. എന്തുണ്ടാവടാ, പോയിന്റ് ഉണ്ടാവും എന്നർത്ഥം. നെക്സ്റ്റ് ആണ് ക്യാരക്ടർ ലിറ്ററൽ. എ ക്യാരക്ടർ ഇൻ എ സിംഗിൾ കോട്ട് ഈസ് നോൺ ആസ് ക്യാരക്ടർ ലിറ്ററൽ. അപ്പോൾ സിംഗിൾ കോട്ടിലിട്ട സാധനത്തിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താടാ, ക്യാരക്ടർ ലിറ്ററൽ. അപ്പോൾ സ്ട്രിംഗ് ലിറ്ററൽ എന്ന് പറഞ്ഞാലോ, എ ക്യാരക്ടർ 1 or more characters in double quote is known as ക്യാരക്ടർ ലിറ്ററൽ. അപ്പോൾ നമുക്ക് മക്കളെ ഇവിടെ ശ്രദ്ധിച്ച് ഇങ്ങോട്ട് നോക്കിയടാ, സിംഗിൾ കോട്ട് ഡബിൾ കോട്ടിൽ ഞാൻ ഒറ്റ ക്യാരക്ടർ ഇട്ട് വെച്ചു. ഇത് സ്ട്രിംഗ് ലിറ്ററലാണോ ക്യാരക്ടർ ലിറ്ററലാണോ? ഇത് വിളിക്കുന്നത് സ്ട്രിംഗ് ലിറ്ററൽ എന്നാണ് ഇയാൾ വിളിക്കുക. കാരണം ഡബിൾ കോട്ടിൽ എന്തിട്ടാലും അതെന്താണ്, സ്ട്രിംഗ് ലിറ്ററലാണ്. ഇനി അടുത്ത ചോദ്യം, ഹലോ എന്നുള്ള സാധനം ഞാൻ എന്തിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ട് വെച്ചു, ഒരു സിംഗിൾ കോട്ടിൻ്റെ ഉള്ളിൽ ഇട്ട് വെച്ചു. അത് ശരിയാണോ? അല്ല, അത് തെറ്റാണ്. സിംഗിൾ കോട്ടിൻ്റെ ഉള്ളിൽ എത്ര ക്യാരക്ടർ ഇടാൻ പറ്റുള്ളൂ? സിംഗിൾ ക്യാരക്ടർ മാത്രമേ പറ്റുള്ളൂ. ഡബിൾ കോട്ടിൻ്റെ ഉള്ളിലോ സിംഗിളും ഇടാം, ഡബിളും ഇടാം, ട്രിപ്പിളും ഇടാം, എത്രയും ഇടാം, കുഴപ്പമില്ല. അതെന്തായിട്ടാണ് പരിഗണിക്കുക? സ്ട്രിംഗ് ലിറ്ററലായിട്ടാണ് പരിഗണിക്കുക. അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ മക്കളെ, സിംഗിൾ കോട്ടിൻ്റെ ഉള്ളിൽ ഞാൻ 2 എന്നിട്ട് കൊടുത്തു. ഇതെന്താ സാധനം, ഇൻറ്റിജർ ലിറ്ററലാണോ, ഫ്ലോട്ടിംഗ് ലിറ്ററലാണോ, ക്യാരക്ടർ ലിറ്ററലാണോ, സ്ട്രിംഗ് ലിറ്ററലാണോ? ഒരു കാര്യം മനസ്സിലാക്കുക, സിംഗിൾ കോട്ടിലിട്ടാൽ അത് ക്യാരക്ടർ ലിറ്ററലാണ്. അതിനി നമ്പർ ആണെങ്കിലും ശരി, എന്താണെങ്കിലും ശരി. നിങ്ങൾ നോക്കിയാളാ, 2.3 എന്നുള്ളത് ഡബിൾ കോട്ടിലിട്ടാൽ ഇയാൾ ഫ്ലോട്ടിംഗ് ലിറ്ററലാണോ? അല്ല. ഡബിൾ കോട്ടിലാണോ? അയാൾ എന്താണ്, സ്ട്രിംഗ് ലിറ്ററലാണ്. മനസ്സിലാക്കി വെക്കുക. പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ തന്നിട്ട് ഇത് ഏത് ലിറ്ററലാണെന്ന് പറഞ്ഞിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. അടുത്തതാണ് എസ്കേപ്പ് സീക്വൻസ്. എന്താണടാ എസ്കേപ്പ് സീക്വൻസ്? ദീസ് ആർ ക്യാരക്ടർ കോൺസ്റ്റൻസ് യൂസ്ഡ് ടു റെപ്രസെൻറ്റ് നോൺ ഗ്രാഫിക് സിംബൽസ്. എന്താണ്, നോൺ ഗ്രാഫിക് സിംബൽസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ക്യാരക്ടർ കോൺസ്റ്റൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എസ്കേപ്പ് സീക്വൻസ്. എങ്ങനെയാണ് ഈ ക്യാരക്ടർ കോൺസ്റ്റൻസ് ഉണ്ടാവുക എന്നുള്ളത് പറയുന്നുണ്ട്. എ ബാക്ക്സ്ലാഷ് ഫോളോഡ് ബൈ 1 or more സ്പെസിഫിക് ക്യാരക്ടേഴ്സ്. കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ സാധനം /t. എന്താണ് ഈ നോൺ ഗ്രാഫിക് സിംബൽ എന്നുള്ളത് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. മക്കളെ, ഞാൻ എ എന്ന് മനസ്സിലേക്ക് പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ഇതുപോലൊരു സാധനം നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നില്ലേ? അപ്പോൾ ഇതൊരു ഗ്രാഫിക്കൽ സിംബലാണ്. നേരെ മറിച്ച് വൈറ്റ് സ്പേസ് അടിക്കാൻ പറഞ്ഞു. ഈ വൈറ്റ് സ്പേസ് എന്ന് പറഞ്ഞ സാധനം എങ്ങനെയെങ്കിലും കാണാൻ പറ്റുമോ? പറ്റൂലല്ലോ. എൻ്റർ അടിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന സാധനം എന്തെങ്കിലും നമുക്ക് കാണാൻ പറ്റുമോ? പറ്റൂല. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ടാബ് അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ എന്താണ് കാണുക? എന്തെങ്കിലും കാണാനായിട്ട് നമുക്കൊരു പ്രത്യേക സാധനം കാണാനുണ്ടാവും, ഒരു സ്പേസ് രൂപപ്പെടും, അത്രയല്ലേ ഉള്ളൂ. അങ്ങനെയുള്ള സാധനത്തിനെയാണ് നമ്മൾ നോൺ ഗ്രാഫിക് സിംബൽസ് എന്ന് പറയുന്നത്. കുറച്ച് ആളുകളെ നമുക്ക് പഠിക്കാനുണ്ട്. ഫസ്റ്റ് വൺ /t. എന്തിനു വേണ്ടിയിട്ടാണ്?
ടാബ് ഹൊറിസോണ്ടൽ ടാബിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നമ്മളുടെ കീബോർഡിലുള്ള ടാബ് തന്നെ ആ സെയിം പരിപാടി. നെക്സ്റ്റ് ആണ് /0. എന്തിനു വേണ്ടിയിട്ടാണ്? നൾ ക്യാരക്ടർ. ഈ നൾ ക്യാരക്ടർ നമുക്ക് 9ാമത്തെ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്, എന്താണ് അതിൻ്റെ ഉപയോഗം എന്നുള്ളത്. നെക്സ്റ്റ് ആണ് /n. എന്തിനു വേണ്ടിയിട്ടാണ്? ന്യൂ ലൈന്, പുതിയ ലൈൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നമ്മൾ എൻ്റർ അടിക്കുമല്ലോ, ആ സെയിം പരിപാടി തന്നെ. നെക്സ്റ്റ് ആണ് /a ഫോർ അലേർട്ട് എ ബെൽ. ഒരു ബെൽ അലേർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഒരു ബീപ്പ് സൗണ്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് ആണ് /b. എന്തിനു വേണ്ടിയിട്ടാണ്? ബാക്ക് സ്പേസ് അടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് /b ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എസ്കേപ്പ് സീക്വൻസിൽ നമുക്കിവിടെ പഠിക്കാനായിട്ട് ഉള്ളത്. അടുത്തതാണ് ഓപ്പറേറ്റേഴ്സ്. എന്താണ് ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ? സിമ്പിൾസ് ദാറ്റ് ഇൻഡിക്കേറ്റ് ആൻ ഓപ്പറേഷൻ ഈസ് കോൾഡ് ഓപ്പറേറ്റർ. എന്താണ് പറഞ്ഞത്? സിമ്പിൾസ് ദാറ്റ് ഇൻഡിക്കേറ്റ് ആൻ ഓപ്പറേഷൻ ഈസ് കോൾഡ് ഓപ്പറേറ്റർ. ഒരു സിമ്പിൾ ഒരു ഓപ്പറേഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഓപ്പറേറ്റർ എന്ന് വിളിക്കും. നെക്സ്റ്റ് ആണ് പങ്ക്ച്വേറ്റേഴ്സ്. എന്താണ് പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ? സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് യൂസ്ഡ് ഇൻ C++ പ്രോഗ്രാം. എന്താണ് എക്സാമ്പിൾസ്? ഹാഷ്, സെമികോളൻ, ബ്രാക്കറ്റ്, ഓപ്പൺ ബ്രാക്കറ്റ്, ക്ലോസ്ഡ് ബ്രാക്കറ്റ്, കേളി ബ്രാക്കറ്റ്, ഈ വക പരിപാടികളൊക്കെയാണ് നമ്മൾ എന്ത് പേര് വിളിക്കുന്നത്? പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പേര് വിളിക്കുന്നത്. നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ക്യാരക്ടർ സെറ്റ് ഇൻ C++. ക്യാരക്ടർ സെറ്റിനെ കുറിച്ചിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് തന്നെ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് എന്തിൻ്റെ ആൻസർ നമ്മൾ തുടക്കത്തിൽ ഫസ്റ്റ് സ്ലൈഡായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന സാധനം ഉണ്ടായിരുന്നു. എന്താണ് ക്യാരക്ടർ സെറ്റ്? വാലിഡ് ക്യാരക്ടേഴ്സ് ഇൻ C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈസ് നോൺ ആസ് ക്യാരക്ടർ സെറ്റ്. 4 ടൈപ്പ് ക്യാരക്ടർ സെറ്റിൽ വരുന്ന ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത്രയും ആളുകളെയാണ് നമ്മളിവിടെ താഴെ എഴുതി കൊടുക്കേണ്ടത്. അടുത്ത ചോദ്യം എന്താ പറയുന്നത്? ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് C++ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈസ് നോൺ ആസ്. എന്താണ് പേര് വിളിക്കുന്നത്? ടോക്കൺസ് എന്ന് പേര് വിളിക്കും. എന്താണ് പേര് വിളിക്കുക? ടോക്കൺസ് എന്ന് പേര് വിളിക്കും. നെക്സ്റ്റ് അടുത്ത എന്താ പറയുന്നത്? ഐഡൻറ്റിഫൈ ആൻഡ് ക്ലാസിഫൈ ടോക്കൺസ് ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. സി ഔട്ട് ദ മിസൈൽ മാൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലുള്ള ഓരോ ടോക്കൺസിലെയും ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ കാര്യം, ഇത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്തിലാണ് കൊടുത്തിട്ടുള്ളത്? ഡബിൾ കോട്ടിലാണ് കൊടുത്തിട്ടുള്ളത്. മക്കളെ, ഡബിൾ കോട്ടിൽ കൊടുത്തിട്ടുള്ള എല്ലാ സാധനത്തിനെയും നമ്മൾ എന്താ പേര് വിളിക്കുക? സ്ട്രിംഗ് ലിറ്ററൽ എന്നാണ് പേര് വിളിക്കുക. ദാറ്റ് ഈസ് ഇയാൾ എന്താടാ? ലിറ്ററലാണ്. ഇയാളെന്താണ്? ലിറ്ററലാണ്. ഇനി അടുത്തത്, ഇവിടെ നമ്മളുടെ ആരെ കൊടുത്തിട്ടുണ്ട്? ഒരു സെമി കോളൻ കിടക്കുന്നുണ്ട്. ഇവിടെ ആര് കിടക്കുന്നുണ്ടാ? ഒരു സെമി കോളൻ കിടക്കുന്നുണ്ട്. ഈ സെമി കോളനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? പങ്ക്ച്വേറ്റർ. അയാൾ എന്തിൽ പെടുന്നതാണ്? പങ്ക്ച്വേറ്റേഴ്സിൽ പെടുന്നതാണ്. നെക്സ്റ്റ് ആണ് സി ഔട്ട്. സി ഔട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണടാ? ഐഡൻറ്റിഫയർ ആണ്. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സി ഔട്ടിനെ നിങ്ങൾ ഏതിൻ്റെ തൊഴുത്തിൽ കൊണ്ടുപോയി കെട്ടരുത്, കീവേഡ്സിൻ്റെ കൂട്ടത്തിൽ കൊണ്ടുപോയി കെട്ടരുത് എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ സി ഔട്ട് എന്ന് പറയുന്നത് എന്താണ്? ഐഡൻറ്റിഫയർ ആണ്. ഈ സാധനം, ഇയാളെയാണ് നമ്മൾ ഔട്ട്പുട്ട് ഓപ്പറേറ്റർ എന്ന് പേര് വിളിക്കുന്നത്. എന്താണ് പേര് വിളിക്കുക? ഔട്ട്പുട്ട് ഓപ്പറേറ്റർ. അപ്പോൾ ഇയാൾ ആരാണ്? ഓപ്പറേറ്റർ ആണ്. ക്ലിയർ ആണല്ലോ? ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിക്കും ഒന്ന് നോക്കി വെച്ചോണ്ടു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. റൈറ്റ് ദ റൂൾസ് ഫോളോഡ് ഫോർ നെയിമിംഗ് ഐഡൻറ്റിഫയേഴ്സ്. ഐഡൻറ്റിഫയേഴ്സിൻ്റെ റൂൾസ് ഫോർ ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു 4-5 റൂൾസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ റൂൾസിൽ ഏതെങ്കിലും ഒരു 4 മിനിമം എഴുതി വെച്ചിരിക്കണം. നിങ്ങൾ ഒരു കണ്ടീഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 1 മാർക്കിന് എത്ര പോയിന്റ് എഴുതിയിരിക്കണം? 2 പോയിന്റ് വെച്ചിട്ട് എഴുതിയിരിക്കണം. അടുത്തതാണ് ഫൈൻഡ് ദ ഇൻവാലിഡ് ഐഡൻറ്റിഫയേഴ്സ് ഫ്രം ദ ഫോളോയിങ്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഗിവ് റീസൺ എന്നും കൂടെ ക്വസ്റ്റ്യനിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ഇൻവാലിഡ് ആയിട്ടുള്ളത്? ഇയാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. ഇയാൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇയാൾക്ക് പ്രശ്നമുണ്ട്. കാരണം എന്താണ്? ആരെ ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. സ്പെഷ്യൽ ക്യാരക്ടേഴ്സിന് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആരെ ഉപയോഗിച്ചിട്ടുണ്ട്? ഒരു ഹൈഫൺ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇയാളെ പറ്റത്തില്ല. കാരണം എന്താ? ഹൈഫൺ, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഇവിടെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കണം. ഇതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. കാരണം എന്താ? ഫസ്റ്റ് ക്യാരക്ടർ മസ്റ്റ് ബി ലെറ്റർ ഓർ ആൻ അണ്ടർസ്കോർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ ലെറ്റർ ആണോ? അല്ല. അണ്ടർസ്കോർ ആണോ? അല്ല. കാരണം ഇവിടെ എന്താ തന്നിട്ടുള്ളത്? നമ്പറാണ് തന്നിട്ടുള്ളത്. ഇതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. ഇയാൾ ഓക്കെയാണ്. ഇയാൾ പ്രശ്നമാണ്. ഇതിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഡോളർ സിമ്പൽ സ്പെഷ്യൽ ക്യാരക്ടർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. A1 അതൊന്നും കുഴപ്പമില്ല. നെക്സ്റ്റ് 8C പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. കാരണം എന്താ? ഫസ്റ്റ് ക്യാരക്ടർ മസ്റ്റ് ബി ലെറ്റർ ഓർ അണ്ടർസ്കോർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കാരണം നിങ്ങൾ എഴുതി കൊടുക്കണം. നിങ്ങളോട് കാരണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ, മിക്കവാറും കാരണം ചോദിച്ചിട്ടാണ് പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ദ ഇൻവാലിഡ് ലിറ്ററൽ ആൻഡ് റൈറ്റ് ദ റീസൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. താഴെ തന്നിട്ടുള്ളതിൽ ഇൻവാലിഡ് ആയിട്ടുള്ള ലിറ്ററൽ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മോട് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ കാരണം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇൻവാലിഡ് ആയിട്ടുള്ള ലിറ്ററൽ, ഇതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോടാ? ഇല്ല. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡബിൾ കോട്ടിൽ എന്തും എഴുതി വെക്കാം, ഒരു കുഴപ്പമില്ല എന്നുള്ളത്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിംഗിൾ കോട്ടിൽ കൊണ്ടുപോയിട്ട് എന്ത് എഴുതി വെക്കാൻ പാടില്ല? മൾട്ടിപ്പിൾ സ്ട്രിങ് എഴുതാൻ പാടില്ല, ഒറ്റൊന്ന് എഴുതാൻ പാടുള്ളൂ. അപ്പോൾ ഇയാൾ എന്താണ്? ഇയാൾ പ്രശ്നമാണ്. ഇതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നവുമില്ല. ഇനി അടുത്തൊരു സാധനം, ഇവിടെയും പ്രശ്നമുണ്ട്. ഇത് നിങ്ങൾക്ക് ചിലപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല.
ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡാണ് മാൻഡിസ എക്സ്പോണൻ്റ് മെത്തേഡ്. മാൻഡിസ എക്സ്പോണൻ്റ് മെത്തേഡാണ് ഉപയോഗിക്കാറുള്ളത്. ഈ മാൻഡിസയും എക്സ്പോണൻറ്റും എഴുതുന്ന സമയത്ത് എക്സ്പോണൻ്റ് ആയിട്ട് എന്ത് കൊടുക്കാൻ പാടില്ല? പോയിൻ്റ് ഉള്ള നമ്പർ, ഫ്ലോട്ടിംഗ് നമ്പർ ഇവിടെ കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഈ ആളും അവിടെ എന്തായിട്ട് വരും? പ്രശ്നക്കാരനായിട്ട് വരും. അപ്പോൾ പ്രശ്നക്കാരനായിട്ട് രണ്ട് പേരാണുള്ളത്. ഒന്ന് സിംഗിൾ കോട്ടിൽ എഴുതിയിട്ടുള്ള ഹലോ, രണ്ടാമത്തതായിട്ട് 2E 3.5 എന്ന് പറയുന്ന ആളാണ് അടുത്തൊരു പ്രശ്നക്കാരനായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത് റൈറ്റ് എനി 3 എസ്കേപ്പ് സീക്വൻസ് വിത്ത് ഇറ്റ്സ് ഫംഗ്ഷൻ. പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എഴുതി കൊടുക്കേണ്ടത് എന്താണ് എസ്കേപ്പ് സീക്വൻസ് എന്ന് ആദ്യം എഴുതി കൊടുക്കുക. എസ്കേപ്പ് സീക്വൻസ് എന്താണെന്ന് ആദ്യം എഴുതിയതിന് ശേഷമാണ് നിങ്ങൾ ഈ 3 എഴുതി കൊടുക്കേണ്ടത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ എസ്കേപ്പ് സീക്വൻസ് എഴുതിയതിന് ശേഷം മാത്രം 3 പേരെ പറ്റിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? വാട്ട് ഈസ് മീൻ ബൈ ലിറ്ററൽസ് ഇൻ C++? എക്സ്പ്ലെയിൻ ഇറ്റ്സ് ടൈപ്പ്. എത്ര ലിറ്ററൽസ് ഉള്ളത്? എന്താണ് ലിറ്ററൽസ്? കോൺസ്റ്റൻസ് ഇൻ C++ ഈസ് നോൺ ആസ് ലിറ്ററൽസ്. എത്ര ലിറ്ററൽസ് ഉണ്ട്? ഇൻറ്റിജർ ലിറ്ററൽ, ഫ്ലോട്ടിംഗ് ലിറ്ററൽ, ക്യാരക്ടർ ലിറ്ററൽ, സ്ട്രിംഗ് ലിറ്ററൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എക്സാമ്പിൾ സഹിതം അവിടെ എഴുതി കൊടുക്കണം. 3 മാർക്കിനൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് എങ്കിൽ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. എക്സ്പ്ലെയിൻ അബൌട്ട് ലിറ്ററൽ എന്ന് പറഞ്ഞിട്ട് 3 മാർക്കിന് ചോദിച്ചാൽ ഈ എന്താണ് ലിറ്ററൽ എന്ന് എഴുതണം, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ എഴുതണം, അതിൻ്റെ എക്സാമ്പിൾസ് എഴുതി കൊടുത്തിരിക്കണം. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. നോട്ട്സ് നിങ്ങൾക്ക് ആപ്പിൽ അവൈലബിൾ ആണ്. അത് എടുത്തിട്ട് പ്രിൻ്റ് എടുത്തിട്ടോ അല്ലാണ്ടെയോ ആയിട്ട് ഈ കംപ്ലീറ്റ് പോർഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത്രയേ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഈ ഒരു ചാപ്റ്ററിന് വരികയുള്ളൂ.